ഒന്നാമത്തെ പ്രത്യാഘാതാണത്. രണ്ടാമത്തത്, ഈ ലോകത്തൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ബാക്കിയാകുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, അവൻ ഇവിടെ ചെയ്തു വെച്ച നന്മകളാണ്. ആ നന്മകളിലൂടെ അവനെ ആളുകൾ ഓർക്കും, ജാരിയായ സദഖയാണ്. രണ്ട്, അവൻ ചെയ്ത അവന്റെ ജീവിതകാലത്ത് അവൻ ചെയ്ത നന്മകളാണ്. മൂന്ന്, അവന് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്ന പ്രാർത്ഥനകളാണ്. പ്രത്യേകിച്ച് മക്കളുടെ വലതുൻ സ്വാലിഹ് യദ്ഉ ലഹു, സ്വാലിഹായ സന്താനം, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയാവുക. അതിൽ മൂന്നാമത്തെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതൊരു വലിയ സംഗതിയാണ്. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഖബറിലുള്ള ഏകാന്ത ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു സാന്ത്വനവും ആശ്വാസവുമാണ് ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന ആളുകളുടെ ദുആ. അതൊരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾക്കറിയാം, എത്ര അധർമ്മിയാണെങ്കിലും എത്ര തെമ്മാടിയാണെങ്കിലും അവന് പ്രാർത്ഥിക്കപ്പെടാൻ അർഹതയുണ്ട്. എന്റെ ഉറ്റ സുഹൃത്ത്, ഓന് കുറെ തെമ്മാടിത്തം ചെയ്തിട്ടാണ് മരിച്ചത്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ് മരിച്ചത്, ഒരു വക്ത് പോലും നിസ്കരിച്ചിട്ടുമില്ല. എങ്കിലും ഓനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പടച്ചോനെ പുറത്തു കൊടുക്കണേ, എന്റെ ഉറ്റ സുഹൃത്താണെന്ന് പറയാനുള്ള അവകാശം മുസ്ലിമായി എനിക്കുണ്ട്. എന്റെ ബാപ്പ മരിച്ച എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. എന്റെ ഉമ്മ മരിച്ചാൽ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അവരെന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഏതുവരെ എന്നറിയോ നിങ്ങൾ? അവർ ശിർക്ക് ചെയ്തു എന്ന് ഞാൻ അറിയുന്നതുവരെ എന്റെ ഉറ്റ സുഹൃത്ത്, എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, എന്റെ ആത്മസഹചാരി, എന്റെ ആത്മസുഹൃത്ത്, എന്റെ കൂടെ ചെറുപ്പം തൊട്ട് ജീവിച്ചയാൾ, അയാൾ മരിച്ചതിന് ശേഷം വർഷങ്ങളോളം ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്, ദുആ ചെയ്യാൻ. ഒരു ദിവസം എനിക്ക് ബോധ്യപ്പെടുകയാണ് അവൻ മരിച്ചത് ഷിർക്കിലാണ്, തൗഹീദില്ലാതെയാണ് എന്നൊരു ദിവസം എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ബോധ്യപ്പെടുന്ന നിമിഷം തൊട്ട് അവിടുന്ന് അങ്ങോട്ട് അവന് വേണ്ടി ദുആ ചെയ്യൽ എനിക്ക് വേണ്ടി എന്താണ്? ഹറാമാണ്. സുബ്ഹാനല്ലാഹ്. എന്താ അതിന് തെളിവ്? പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായം നൽകിയത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല. ശുഐബ് അബൂ താലിബിൽ 3 വർഷക്കാലം ബഹിഷ്കരണത്തിന് വിധേയരായി ചെരുപ്പിന്റെ തോല് വെള്ളത്തിലിട്ട് പദം വരുത്തി കഴിച്ച 3 കൊല്ലണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക്. ആടുകൾ കാഷ്ടിക്കുന്ന പോലെ അവർ കാഷ്ടിച്ചിരുന്നു. ആ സമയത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല മക്കയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടത്. കച്ചവടം ചെയ്യാനോ കച്ചവട ചരക്കുകൾ കൊണ്ടുവരാനോ വെള്ളം കൊണ്ടുകൊടുക്കാനോ ഭക്ഷണം കൊണ്ടുകൊടുക്കാനോ ഒന്നിനും സമ്മതിക്കാതെ ഒരു വലിയ ജനവിഭാഗത്തെ മുഴുവൻ താഴ്വരയിൽ പട്ടിണി കിട്ടിരുന്ന ഒരു 3 വർഷക്കാലഘട്ടം, ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ അവർ കാഷ്ടിച്ചിരുന്ന കാലഘട്ടം. ആ സമയം അവിടെ ഉണ്ടായിരുന്ന അബൂ താലിബിനെ പോലെയുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂ താലിബൊക്കെ ആ സമയത്ത് അദ്ദേഹം ചെയ്ത സേവനം ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നത് വരെ അബൂ താലിബ് അങ്ങനെ നബിയുടെ വിരിപ്പിൽ അങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ റസൂലിന്റെ അടുത്തേക്ക് ആളുകൾ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അബൂ താലിബ് റസൂലിന്റെ വിരിപ്പിന്റെ അടുത്ത് പോയിട്ട് റസൂലിനെ വിളിച്ചുണർത്തും. ഉറങ്ങൂല, രാത്രി പകലന്തിയോളം ഉറങ്ങൂല. എന്നിട്ട് അവസാനം റസൂലിന്റെ വിരിപ്പിന്റെ അടുത്ത് പോയിട്ട് പ്രവാചകനെ വിളിച്ചുണർത്തിയിട്ട് പറയും, മുഹമ്മദ് മോൻ ഇവിടെ കിടക്കണ്ട, എന്റെ വിരിപ്പിൽ പോയിട്ട് കിടന്നു. കാരണം എനിക്ക് കാര്യമായ ശത്രുക്കളൊന്നുമില്ല, എന്നെ കൊല്ലാൻ ഓങ്ങി നിൽക്കുന്ന ആളുകളൊന്നും ഇവിടെ ഇല്ല. ആരെങ്കിലും നിന്നെ കൊല്ലാൻ വരുന്നുണ്ടെങ്കിൽ അവരെന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാന്റെ വിരിപ്പിൽ തല മുഴുവൻ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുമായിരുന്നു അബൂ താലിബ് എന്ന് പറഞ്ഞ മനുഷ്യൻ. ജനിക്കുമ്പോ തന്നെ വാപ്പാനെയും നഷ്ടപ്പെട്ട്, 6ാമത്തെ വയസ്സിൽ ഉമ്മാനെയും നഷ്ടപ്പെട്ട്, 8ാമത്തെ വയസ്സിൽ ഉപ്പാപ്പാനെയും നഷ്ടപ്പെട്ട്, അവസാനം ആരുമില്ലാത്ത അനാഥത്വത്തിന്റെ പടുകുഴിയിലേക്ക് പ്രവാചകൻ വീഴുമ്പോ പിടിച്ച കൈകളാണ് അബൂ താലിബിന്റെ കൈകൾ. അന്ന് പ്രവാചകന്റെ നുബൂവത്ത് വരെ 40ാമത്തെ വയസ്സ് വരെ ആ പിടി അബൂ താലിബ് വിട്ടിട്ടില്ല. നെഞ്ചോട് ചേർത്ത് വെച്ചു ആ അനാഥ ബാലനെ, മുഹമ്മദ് എന്ന് പറയുന്ന അനാഥ ബാലനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും പ്രവാചകനെ അബൂ താലിബ് വീർപ്പുമുട്ടിച്ചു. 3 തവണയാണ് ഖുറൈശികൾ കൊല്ലാൻ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അബൂ താലിബിന്റെ മുന്നിലേക്ക് നിവേദനമായിട്ട് എത്തിയത്, നബിയെ കൊല്ലാൻ. അബൂ താലിബ് ഉരുക്കുപോലെ ഉറച്ചു നിന്നു. ആ പ്രവാചകന്റെ നേർക്കേക്ക് പാഞ്ഞു വരുന്ന കൂരമ്പുകൾക്കും കൊലപാതകങ്ങൾക്കും മുന്നിൽ സംരക്ഷണത്തിന്റെ കോട്ടയായി ഉറച്ചു നിന്നു. അവസാനം അബൂ താലിബ് മരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അവസാനം അബൂ താലിബിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്റെ എളാപ്പ ഇത്രയും നിങ്ങൾ എനിക്ക് ചെയ്തു തന്നു, ഇത്രയും നിങ്ങൾ എനിക്ക് വേണ്ടി സഹിച്ചു, ഇത്രയും നിങ്ങൾ എനിക്ക് വേണ്ടി സമർപ്പിച്ചു. ഒരൊറ്റ വട്ടമെങ്കിലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മന്ത്രിക്കണം, എങ്കിൽ എന്റെ റബ്ബിനോട് അത് വെച്ചിട്ട് ഞാൻ വാദിച്ചോളാം, അത് വെച്ചിട്ട് ഞാൻ ശുപാർശ ചെയ്തോളാം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സ്വീകരിക്കാൻ അബൂ താലിബിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ദുരഭിമാനം സമ്മതിച്ചില്ല. കാരണം അവിടെ ചുറ്റിലും നിന്നിട്ട് അബൂജഹലും മുത്തുബത്തും ഷൈബത്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നീ പറയോ, എന്നാൽ അതൊന്ന് കാണട്ടെ. കാരണം അങ്ങനെ പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ അബൂ താലിബ് പേടിത്തൊണ്ടനായി മരിച്ചു എന്ന് പറയാൻ വേണ്ടി അവരൊക്കെ കാത്തു നിൽക്കാൻ, അവസാനം ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിക്കുന്ന ഷിർക്കിന്റെ മില്ലത്തിൽ അബൂ താലിബ് മരിച്ചു വീഴാൻ. പ്രവാചകൻ അങ്ങേയറ്റത്തെ സങ്കടത്തോടെ, ഹൃദയഭാരത്തോടെ ആ വീട്ടിൽ നിന്നിറങ്ങി തലയും താത്തി നടക്കാൻ. എന്താ പ്രവാചകന് സങ്കടം? അത്രത്തോളം പ്രവാചകൻ തകരാൻ കാരണം എന്താണ്? പ്രവാചകന്റെ ചങ്ക് തകരാൻ കാരണം എന്താണ്? നബിക്കറിയാം, തൗഹീദ് കിട്ടാതെയാണ് മരിച്ചത്. എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഇസ്ലാമിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അബൂ താലിബ് പോകാൻ പോകുന്നത് നരകത്തിലാണ് എന്ന് വലിയ സത്യം മനസ്സിലാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന തോന്നിയത്, സങ്കടം തോന്നിയത്. പക്ഷേ ആ സങ്കടത്തെ അല്ലാഹ് തിരുത്തി. അല്ലാഹ് പറയാൻ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാന്റെ റസൂലെ, താങ്കൾ ഇഷ്ടമുള്ളവർക്ക് ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് കഴിയില്ല, താങ്കൾ ആഗ്രഹിക്കുന്നവർക്ക് ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. സത്യവിശ്വാസത്തിന്റെ പ്രഭയൊരാളുടെ ഹൃദയത്തിലേക്ക് കടക്കണമെങ്കിൽ അതിന് അള്ളാന്റെ തൗഫീഖ് തന്നെ വേണം, അള്ളാഹുവിന്റെ ഇഷ്ടം തന്നെ വേണം, അള്ളാഹുവിന്റെ അനുമതി തന്നെ വേണം. അതുകൊണ്ട് അള്ളാന്റെ റസൂലെ, അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ താങ്കളെ കൊണ്ട് കഴിയില്ല എന്ന അള്ളാഹുവിന്റെ വാക്ക്. അവിടേതാ പ്രവാചകൻ പറയുകയാണ്, റബ്ബേ, എന്റെ ഇളാപ്പാക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമോ? എന്റെ പിതൃവിന് പുറത്തു കൊടുക്കാൻ പറ്റുമോ? മാപ്പ് നൽകാൻ പറ്റുമോ? അതാ പരിശുദ്ധ ഖുർആനിലെ ആയത്തുമായി വാനലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ആ ആയത്തിലൂടെ അല്ലാഹ് മാലോകരെ പഠിപ്പിക്കുകയാണ്, മാ കാന ലിന്നബി വല്ലദീന ആമനൂ അയസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. അള്ളാന്റെ റസൂലിന് പാടുള്ളതല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഅ്മിനുകൾക്കും പാടുള്ളതല്ല, അയസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ, മുശ്രിക്കുകളായ ആളുകൾക്ക് വേണ്ടി പാപമോചനം തേടുക എന്നുള്ളത്. വലൗ കാനൂ ഉലീ ഖുർബാ, അവരെത്ര വലിയ സുഹൃത്തുക്കളാകട്ടെ, എത്ര അടുത്ത കുടുംബങ്ങളാകട്ടെ, കരളിന്റെ കഷ്ണങ്ങളായ മക്കളാകട്ടെ, ശിർക്ക് ചെയ്തിട്ടാണ് മരിച്ചുപോയതെങ്കിൽ അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് ഹറാമാണ്. രണ്ടാമത്തെ പ്രത്യാഘാതമാണ്, മരിച്ച് മണ്ണിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിന്റെ ദുആക്ക് പോലും നമുക്ക് അർഹത ഉണ്ടാവില്ല, ഷിർക്ക് സംഭവിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വേറെ ഏത് പാപത്തിനാ ഈ ദുരന്തമുള്ളത്? മൂന്നാമത്തെ പ്രത്യാഘാതം എന്താ അറിയോ? മൂന്നാമത്തെ പ്രത്യാഘാതം അതാണ് ഏറ്റവും വലുത്. നമ്മൾ കുറെ നന്മ ചെയ്തിട്ടുണ്ടാവും, കുറെ നിസ്കരിച്ചിട്ടുണ്ടാവും, കുറെ നോമ്പെടുത്തിട്ടുണ്ടാവും, കുറെ ദുആയിരുന്നിട്ടുണ്ടാവും, കുറെ അദ്കാറ് ചൊല്ലിയിട്ടുണ്ടാവും, കുറെ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും, യതീംഖാനക്ക് സദഖ കൊടുത്തിട്ടുണ്ടാവും. ഒന്നും അവിടെ എത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ? അല്ലാഹ് പറയാൻ, വലഖദ് ഊഹിയ ഇലൈക وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നബിയെ, അങ്ങക്ക് മുമ്പെയുള്ള പ്രവാചകന്മാർക്കും ഞാൻ ബോധനം നൽകിയിട്ടുണ്ട്. എന്താണ് ബോധനം നൽകിയത്? ലഇൻ അശ്റക്ത, നിങ്ങൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുകയാണെങ്കിൽ, ലയഹ്ബതന്ന അമലുക്, നിങ്ങളുടെ അമലുകൾ മുഴുവനും ബാത്തിലായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുന്നതാണ്. ഈ മൂന്ന് പ്രത്യാഘാതങ്ങൾ ഷിർക്കിനുള്ളത് കൊണ്ടാണ് തൗഹീദ് ഇല്ലാത്തൊരവസ്ഥയിൽ ഇവിടെ ആരും മരിച്ചു പോകരുത് എന്ന നിർബന്ധം മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. ആ നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം പ്രഥമമായും പ്രധാനമായും നമ്മൾ ദഅവത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. തൗഹീദ് ഇല്ലാത്ത അവസ്ഥയുടെ മൂന്ന് പ്രത്യാഘാതങ്ങളാണ് പറഞ്ഞത്. ഇനി തൗഹീദ് ഉള്ള അവസ്ഥയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുകൂടി നമ്മൾ അറിയണമല്ലോ. ഏറ്റവും ആദ്യമായി തൗഹീദിന്റെ ഏറ്റവും വലിയ മാധുര്യം നാം അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ മരണത്തിന്റെ സമയത്താണ്. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു അത് പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا
തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലദീ കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഖാലു, നിശ്ചയം പറഞ്ഞ ആളുകൾ, റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ്, തൗഹീദിന്റെ പ്രഖ്യാപനം. തുമ്മസ്തഖാമു, പിന്നെ നേരെയായി നിലകൊണ്ട ആളുകൾ, അവർ മരിക്കുന്ന സമയം, അവർ മരണത്തോടടുക്കുന്ന സമയം, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. സുബ്ഹാനല്ലാഹ്. അവരിങ്ങനെ മരിക്കുമ്പോ ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ കൂട്ടം കൂട്ടമായി അവരിലേക്ക് അങ്ങനെ ഇറങ്ങി വരുമെന്നാണ്. രണ്ടവസ്ഥയിലുള്ള മരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മരണത്തിന്റെ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു ഒരു അടിമക്ക് നൽകുക. ഒന്നിക്കൽ അവന് ദില്ലത്ത് നൽകും, അല്ലെങ്കിൽ അവന് ഇസ്സത്ത് നൽകും. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചിട്ടേ നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പറ്റുള്ളൂ. ദില്ലത്ത് നൽകുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിലും നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാൻ കഴിയും. സൗദി അറേബ്യയിൽ ഈ മയ്യിത്ത് സംസ്കരണത്തിന് പ്രത്യേകമായ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഹറമിലൊക്കെ മക്കത്തൊക്കെ ഓരോ ദിവസവും ഒരുപാട് മൃതദേഹങ്ങൾ, മയ്യിത്തുകൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓരോ നിസ്കാരത്തിന് ശേഷവും മയ്യിത്ത് നിസ്കാരത്തിന് അനൗൺസ്മെന്റ് ഉണ്ടാവും ഹറമിൽ. അവിടെ മയ്യിത്ത് പരിപാലിക്കുന്നതിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റും ആ ഡിപ്പാർട്ട്മെന്റ് ഒരു പണ്ഡിതൻ ഹെഡായിട്ടുണ്ടാവും. അങ്ങനെ ഹറമിലേക്ക് മക്കത്തേക്ക് ഒരു മയ്യിത്ത് കൊണ്ടുവരപ്പെട്ടതാണ്, ചെറുപ്പക്കാരന്റെ മയ്യിത്ത്. ആ മയ്യിത്ത് കുളിപ്പിക്കാൻ വേണ്ടി ആ മയ്യിത്ത് തുറന്നപ്പോ, പരിപാലിക്കാൻ വേണ്ടി തുറന്നപ്പോ അവർ കണ്ട കാഴ്ച വല്ലാത്ത വികൃതമായ രൂപം, ഒരു ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള രൂപമാണ് ആ മയ്യിത്തിൻ്റെത്. കറുത്തിരണ്ട ഒരു മൃഗത്തിന്റെ രൂപത്തിലേക്ക് അതിന്റെ മുഖം മാറിയിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള പണ്ഡിതൻ ഈ മയ്യിത്ത് കൊണ്ടുവന്ന നാട്ടുകാരോട് ചോദിച്ചു, ഇവൻ എങ്ങനെയാണ് മരിച്ചത്? അപ്പൊ നാട്ടുകാർ പറഞ്ഞു, മയക്കുമരുന്നിന്റെ ഡോസ് കൂടിയിട്ട് മരിച്ചതാണ്. കുറെ കാലമായി മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതങ്ങനെ തലയിൽ കയറി ഒരു ദിവസം ഡോസ് അധികം അടിച്ചു കയറ്റി മരിച്ചു. അങ്ങനെയാണ് മരിച്ചത്. എന്നിട്ട് നാട്ടുകാർക്ക് പിന്നെ ഇവനെ കുറിച്ച് പറയാൻ 100 നാവാണ്. നാട്ടുകാർ പറയാണ്, ഇവൻ നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് ഇത്തരത്തിലൊക്കെ പറയപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ഹതഭാഗ്യാണ്. നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നല്ല ഇവൻ. നാട്ടുകാർ പറയാൻ, ഇവന് എല്ലാ ദിവസവും രാത്രി മത്തിൽ കഞ്ചാവടിച്ചും മയക്കുമരുന്നടിച്ചും അതിന്റെ ലഹരിയിൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവന്റെ ഉമ്മാനെ ക്രൂരമായി മർദ്ദിക്കും, അതിക്രൂരമായി. അവരുടെ കരച്ചിൽ കേട്ടിട്ട് പല പാതിരാവുകളിലും അയൽപക്കക്കാർ എഴുന്നേറ്റിട്ടുണ്ട്. മാത്രല്ല, ആ ഉമ്മാന്റെ വസ്ത്രങ്ങൾ മുഴുവൻ ഉരിഞ്ഞിട്ട് ഇവൻ വീടിന്റെ ചുറ്റിലും അങ്ങനെ നടത്തിക്കും. അത്രത്തോളം ക്രൂരത ഇവനവന്റെ ഉമ്മാനോട് ചെയ്തിട്ടുണ്ട്, നാട്ടുകാരോട് ചെയ്തിട്ടുണ്ട്, ദീനിനോട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നാട്ടുകാർ ഇങ്ങനെ പറയുമ്പോ ആ പണ്ഡിതന്മാര് പറയാണ്, നിങ്ങൾ മിണ്ടല്ലേ, നിങ്ങൾ സംസാരിക്കല്ലേ, അവൻ അവന്റെ കർമ്മമായിട്ട് പോയി കഴിഞ്ഞല്ലോ, ഇനിയും അത് ആ വിഴുപ്പലക്കണ്ട, അവന് ഉള്ളത് അവൻ അനുഭവിച്ചൊള്ളട്ടെ, ഏതായാലും ഞാൻ ഈ മയ്യിത്ത് നിസ്കരിക്കൂല എന്ന് പറഞ്ഞിട്ട് ആ പണ്ഡിതൻ ഒഴിഞ്ഞു മാറിയതാണ്. അവിടെ ഉണ്ടായിരുന്ന നല്ലൊരു വിഭാഗം സാലിഹ്യങ്ങളായ മനുഷ്യർ ആ മയ്യിത്ത് നിസ്കരിക്കൂല എന്ന് പറഞ്ഞ ആ മയ്യിത്തിന് ഒഴിഞ്ഞു മാറി. അത്രത്തോളം. കാരണം ആ മയ്യിത്തിന് അള്ളാഹു നൽകിയതില്ലത്ത് അത്ര മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മരണത്തെ തൊട്ട് നമ്മെ ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യഭിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ ആളുകളില്ലേ, കള്ളു കുടിച്ചിട്ട് ലഹരിയിലായിരിക്കുമ്പോൾ മരിച്ചുപോയ ആളുകളില്ലേ, വഞ്ചന നടത്തിയിട്ട് അഭിമാനത്തോടെ എന്തോ നേടിയെടുത്ത് എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കാർ ഓടിച്ചു പോകുമ്പോ ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചുപോയ ആളുകളില്ലേ, ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ ആളുകളില്ലേ. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ സമയത്ത് നൽകുന്നത് ഇല്ലത്തും. അബൂലഹബിന് പേര് വരാൻ കാരണം എന്താണ്? ഗ്ലാമർ കൊണ്ടാണ്, വെറുതെ ഒന്നല്ല. ലഹബ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം, കത്തുന്നത് എന്നാണ് അർത്ഥം. ദൂരേന്ന് 3-4 ആളുകൾ വരികയാണെങ്കിൽ അതിന്റെ ഇടയിൽ അബൂലഹബ് ഉണ്ടെങ്കിൽ ആ അബൂലഹബിന്റെ മുഖം പ്രത്യേകിച്ച് ആ വോൾട്ടേജിൽ അങ്ങോട്ട് അങ്ങനെ കാണും. അത്രക്ക് ഗ്ലാമർ ആയിരുന്നു ആ മനുഷ്യനെ. ആളുകൾക്ക് ബഹുമാനവും ആദരവുമായിരുന്നു അബൂലഹബിനെ. ആ അബൂലഹബിന്റെ മരണം എങ്ങനെയാണ്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീരിഹാ ഹബ്ലുൻ മിൻ മസദ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ തെറി പറഞ്ഞവരെ, കൈവെട്ടാനും കാലുവെട്ടാനും നടക്കുന്നവർക്ക് പരിശുദ്ധ ഖുർആൻ നൽകിയ മറുപടിയാണിത്. എന്താണ് ഖുർആൻ പറഞ്ഞത്? അള്ളാഹു പറയാണ്, അള്ളാഹു പഠിപ്പിക്കാൻ, എന്റെ പ്രവാചകനെ തെറി പറഞ്ഞാൽ, എന്റെ പ്രവാചകനെ ആക്ഷേപിച്ചാൽ അവന് എത്തരത്തിൽ മറുപടി നൽകണമെന്ന് എനിക്കറിയാം. അബൂലഹബിന്റെ മരണം അങ്ങേയറ്റത്തെ ദില്ലത്തിന്റെ മരണമാണ്, അങ്ങേയറ്റത്തെ നീചത നൽകിക്കൊണ്ടുള്ള മരണമാണ്. സുബ്ഹാനല്ലാഹ്. അബൂലഹബ് മരിച്ചിട്ട് ആ ഒരു വ്രണം പഴുത്തു നാറി ആ മൃതദേഹത്തിന്റെ അടുത്തേക്ക് പോലും ആരും പോകാത്ത രൂപത്തിലേക്ക് അത് പഴുപ്പടിച്ച് മറമാടാൻ പോലും കുടുംബക്കാരും മക്കളും തയ്യാറാവുന്നില്ല. സ്വന്തം മക്കള് ബാപ്പാന്റെ മയ്യത്തെടുത്തിട്ട് 6 അടി മണ്ണിൽ കുഴിച്ചിടാൻ അവർ തയ്യാറാവുന്നില്ല.
അവസാനം നാട്ടുകാരൊക്കെ വന്ന് വലിയൊരു കമ്പെടുത്തിട്ട് വിജനമായ ഒരു പ്രദേശത്തേക്ക് തള്ളിയിട്ട് അവരൊക്കെ കൂടി കല്ലെറിഞ്ഞിട്ടായിരുന്നു അബൂലഹബിന്റെ മൃതദേഹം മറമാടിയത്. അത്രക്ക് ദില്ലത്തുള്ള ഒരു മരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിന് നൽകിയത്. അങ്ങനെയുള്ള മരണങ്ങൾ ഒരുപാട് ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكه അല്ലാഹുവിന്റെ റുബൂബിയത്ത് പ്രഖ്യാപിച്ച് തൗഹീദിൽ അടിയുറച്ചു നിന്ന് നേരായ പാതയിൽ നിലകൊണ്ട മനുഷ്യന്മാരുടെ മരണവും ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് 2 ആഴ്ച മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ആ 2 ആഴ്ച അദ്ദേഹം പള്ളിയിൽ നിത്യമായി വരും. അവിടുന്ന് തന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് നിസ്കരിക്കുന്ന മുസ്ലിങ്ങളുടെ നിസ്കാരം അദ്ദേഹം ഇങ്ങനെ വീക്ഷിക്കും. അവർ സുജൂദ് ചെയ്യുന്ന പോലെ സുജൂദ് ചെയ്യും. അവർ ഇഅ്തിദാലിലേക്ക് പോകുമ്പോൾ അതുപോലെ, അവർ റുക്കൂയിലേക്ക് പോകുമ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ എല്ലാം അതുപോലെ തന്നെ. അങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ചയോടെടുക്കുമ്പോൾ അദ്ദേഹം നിസ്കരിക്കാൻ പഠിച്ചു. നമസ്കാരത്തിന്റെ റുക്കുനുകളൊക്കെ പഠിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് ഒരു സുബ്ഹ് നമസ്കാരത്തിന് അദ്ദേഹം പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ 2ാമത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിലേക്ക് പോയതാണ്. പിന്നീട് ആ മനുഷ്യൻ ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല. അദ്ദേഹം അവിടെ തന്നെ മരിക്കുകയാണ്. അദ്ദേഹം മരിച്ചു പോകുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അത് 2 ആഴ്ചയുടെ കർമ്മം മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ ഭാഗ്യം എത്രയാണ്. ഖൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാള്, സഹാബികൾ ഇങ്ങനെ പറയാണ് പരസ്പരം അവര് പറയാണ്, നിങ്ങൾക്ക് സ്വർഗവാസിയെ കാണണോ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണണോ? എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഒരാളെങ്ങനെ കാണിച്ചു കൊടുക്കാൻ, അയാളങ്ങനെ ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കാൻ. ശക്തമായിട്ട് സഹാബികൾ പറഞ്ഞു, സ്വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ നിങ്ങൾ കാണണമെങ്കിൽ നോക്കിക്കോ. അവസാനം പ്രവാചകന്റെ അടുത്തും സഹാബത്ത് പോയിട്ട് പറഞ്ഞു, റസൂലെ, ഒരു സ്വർഗവാസിനെ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അയാളെ കാണിച്ചു കൊടുത്തു എന്നാണ്. റസൂലുള്ള അവരോട് ചോദിച്ചു, നിങ്ങളോട് ആരാ പറഞ്ഞത് ഇവൻ സ്വർഗവാസിയാണെന്ന്? ഈ മനുഷ്യൻ സ്വർഗവാസിയാണെന്നില്ല, അവൻ നരകവാസിയാണ്. സഹാബത്തിന് അത്ഭുതമായി. പടച്ചോനെ, ഇത്രത്തോളം എല്ലാം സമർപ്പിച്ചിട്ട് ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, സ്വന്തം ജീവൻ പണയം വെച്ച് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇയാള് നരകത്തിലോ? എങ്ങനെയാണ് സംഭവിക്കുക? കൂട്ടത്തിലുള്ള ഒരു സഹാബി അയാളെ പിന്തുടർന്നു, അയാളെ പിന്നാലെ പോയി. അയാളങ്ങനെ ധീരമായി യുദ്ധം ചെയ്യാണ്. അവസാനം അയാളുടെ കയ്യിനൊരു വെട്ടേറ്റു, കൈയിന്റെ വിരലുകൾ അറ്റുപോയി. ആ മുറിവിന്റെ വേദന സഹിക്കാതെ ഈ മനുഷ്യൻ എന്തു ചെയ്തറിയോ? സ്വന്തം വാട് നിലത്തേക്ക് കുത്തിയിറക്കി, എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ചാടി മരിച്ചു. ഇത് കണ്ട സഹാബി റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് തിരിച്ചോടി ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. റസൂൽ തിരിച്ചു ചോദിച്ചു, നിനക്കെന്താ പറ്റിയത്? നീ മുസ്ലിം ആണല്ലോ, പിന്നെ നീ എന്തിനാ വീണ്ടും വന്നിട്ട് ഷഹാദത്ത് ചൊല്ലുന്നത്? സഹാബി പറഞ്ഞു, റസൂലെ, അങ്ങയുടെ ഓരോ മൊഴിമുത്തുകളും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്ന് ഞാനിതാ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളൊക്കെ സ്വർഗവാസി എന്ന് തെറ്റിദ്ധരിച്ച ആ മനുഷ്യനെ കുറിച്ച് അഹ്ലി ജഹന്നം എന്ന് അങ്ങ് പറഞ്ഞപ്പോ ഞാൻ ഇത്രത്തോളം അത് സത്യമായിരിക്കുമെന്ന് വിചാരിച്ചില്ല. അവനത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവൻ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് സംഭവ്യമാണ് മുസ്ലിങ്ങളെ. അങ്ങനെയുള്ള അന്ത്യത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ജീവിതകാലം മുഴുവൻ നന്മകൾ പ്രവർത്തിച്ചിട്ട് ജീവിതകാലം മുഴുവൻ നന്മയിലായി കഴിഞ്ഞുകൂടി അവസാനം ഖവാതിമുൽ അഅമാൽ, അവസാനത്തെ കർമ്മങ്ങൾ നരകത്തിന്റെ കർമ്മങ്ങളായി മരിച്ചു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ കാവലിനെ തേടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാവലിനെ തേടുന്നതിന്റെ 1ാമത്തെ പടിയാണ് ഹൃദയത്തിന്റെ അകത്തേക്ക് തൗഹീദ് ഉറപ്പിക്കുക എന്നുള്ളത്. ആ തൗഹീദിന്റെ 1ാമത്തെ മാധുര്യമാണ് അള്ളാഹു നൽകുന്ന സുന്ദരമായ മരണം, ഇസ്സത്തുള്ള മരണം എന്നത്. സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഒരുപാട് സംഭവങ്ങൾ അതുപോലെ കാണാൻ കഴിയും. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. റിയാദിൽ മരിച്ചുപോയ സ്വന്തം കുടുംബത്തോടൊപ്പം ഭാര്യയോടും മക്കളോടുമൊപ്പം വണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം സ്വന്തം ഭാര്യയും മക്കളെയും സാക്ഷി നിർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം മരിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. ഖൈബർ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു അടിമ പ്രവാചകന്റെ അടുത്തേക്ക് ഓടി വരാൻ, എന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന ആളുടെ അടിമയാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല, സമ്പത്തൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, എനിക്ക് മുസ്ലിം ആവണം. റസൂൽ പറഞ്ഞു, നിന്റെ കയ്യിൽ കുറച്ച് ആടുണ്ടല്ലോ, ഇത് ആരുടേതാണ് ഈ ആട്? ആട് എന്റേതല്ല, എന്റെ യജമാനന്റേതാണ്. റസൂൽ പറഞ്ഞു, എങ്കിൽ ആ ആടിനെ തിരിച്ചു കൊടുത്തിട്ട് നീ ഇങ്ങോട്ട് വാ. അപ്പൊ പറഞ്ഞു, തിരിച്ചു കൊടുക്കാൻ പോയാൽ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വിടൂല.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ താഴെ ഇരുന്നു കൊണ്ട് ആ ആടുകളെ തലോടിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഈ ആടുകളെ ഇവയുടെ ഉടമസ്ഥന്റെ അടുത്തേക്ക് നീ തിരിച്ചെത്തിക്കണേ. അങ്ങനെ ആടുകൾ ഉടമസ്ഥന്റെ അടുത്തേക്ക് തിരിച്ചെത്തുകയും ഈ അടിമ വീണ്ടും പ്രവാചകനോട് ചോദിക്കുകയും ചെയ്തു, റസൂലേ, ഞാൻ ഇനി മുസ്ലിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്തോട്ടെ, ഞാൻ ജിഹാദ് ചെയ്തോട്ടെ? റസൂൽ പറഞ്ഞു, ചെയ്തോളൂ, നിനക്കതിന് അവകാശമുണ്ട്. അദ്ദേഹം പൊരുതി, അദ്ദേഹം ഷഹീദായി മരിച്ചു. അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നു. പെട്ടെന്ന് പ്രവാചകൻ മുഖം തിരിച്ചു കളഞ്ഞു. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്ത് പറ്റി? എന്തിനാണ് അങ്ങ് മുഖം തിരിച്ചു കളഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ അദ്ദേഹത്തിന്റെ ഇണ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മയ്യത്തിനടുത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവളെ കണ്ടതുകൊണ്ടാണ് ഞാൻ മുഖം തിരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഒരു വഖ്ത് നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ല. പക്ഷേ മരണം അല്ലാഹു ഇസ്സത്തോടുകൂടി സ്വർഗ്ഗത്തിലെ ഇണയോടൊപ്പം ആകാശത്തേക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ആ അടിമയായ സ്വഹാബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്സത്തുള്ള മരണം. ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ മരണം നമുക്കറിയാലോ. ഉഹദിന്റെ രണഭൂമിയിൽ 70ഓളം സഹാബികൾ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട വലിയ നഷ്ടം, നികത്താനാവാത്ത നഷ്ടം മുസ്ലിങ്ങൾക്ക് സംഭവിച്ചൊരു ഭൂമിയാണ് ഉഹദിന്റെ ഭൂമി. ആ ഉഹദിന്റെ ഭൂമിയിൽ സഹാബികളുടെ മരിച്ച രക്തസാക്ഷികളായ സഹാബികളുടെ മയ്യത്തുകൾ അങ്ങനെ നിരത്തിക്കിടത്തിയിട്ടുണ്ട്. ഷഹീദുകളായ ആളുകളെ മയ്യത്ത് കുളിപ്പിക്കൂല. കാരണം അവരുടെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് ഉറ്റി വീഴുന്ന ആ നിമിഷം അവരുടെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. രണ്ടാമത്തെ തുള്ളി ഈ ഭൂമിയിലേക്ക് ഉറ്റുന്ന സമയത്ത് ഓരോ ദറജകളും അവർക്ക് കൂട്ടി കൊടുക്കപ്പെടും. ആ ശരീരത്തിന്റെ രക്തം മുഴുവൻ ഭൂമിയിലേക്ക് പതിക്കുമ്പോഴേക്ക് ഒരു മനുഷ്യനും ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും വലിയ ദറജയിൽ ഓരോ ഷഹീദും എത്തിയിട്ടുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ കിടത്തപ്പെട്ട, മയ്യത്ത് കുളിപ്പിക്കാതെ മറമാടുവാൻ വേണ്ടി കിടത്തപ്പെട്ട ഉഹുദിന്റെ ഭൂമിയിലെ രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾക്കിടയിൽ നിന്ന് ഹംദല റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയ സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അദ്ദേഹത്തെ കിടത്തിയ കട്ടിലിന്റെ മുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഉറ്റുവീഴുകയാണ്. മുത്തുമണികൾ പോലെ വെള്ളത്തുള്ളികൾ ഉറ്റുവീഴാൻ. സഹാബത്ത് പരസ്പരം ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഹംദലയെ കുളിപ്പിച്ചോ? ആരും കുളിപ്പിച്ചിട്ടില്ല. അവിടെ അങ്ങനെ കുളിപ്പിക്കാൻ മാത്രം വെള്ളമില്ല. അവസാനം അവർ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹംദല കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ ഉറ്റുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് വെള്ളം കാണുന്നുണ്ട്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ സമീപിക്കുക, എന്നിട്ട് എങ്ങനെയാണ് അവർ പുറപ്പെട്ടത്, അവർ പുറപ്പെട്ട സാഹചര്യം എങ്ങനെയാണ് എന്ന് അവരോട് ചോദിക്കുക. സഹാബത്ത് ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ പുറപ്പെട്ട രീതി എങ്ങനെയാണ്, പുറപ്പെട്ട സാഹചര്യം എങ്ങനെയാണ്? ആ ഭാര്യ പറയാൻ, അള്ളാന്റെ റസൂൽ ജിഹാദിന് വേണ്ടി പ്രഖ്യാപനം നടത്തിയപ്പോ, ജിഹാദിന് വേണ്ടി കാഹളം മുഴക്കിയപ്പോ ഞങ്ങളത് കേട്ടു. ഞാനും എന്റെ ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും ജനാബത്തുകാരായിരുന്നു. ആ സമയത്തായിരുന്നു ഉഹുദ് യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് കുളിക്കാനുള്ള സമയമുണ്ടായിട്ടില്ല. അതിന്റെ മുമ്പേ അള്ളാന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. എന്റെ ഭർത്താവ് ജനാബത്തുകാരനായിട്ടാണ് ഷഹീദായത് എന്ന് ഈ ഭാര്യ പറയാൻ. സഹാബത്ത് അതുപോലെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് ഹംദല റളിയല്ലാഹു അൻഹു മരിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എങ്കിൽ നിങ്ങൾ അറിയണം, ഹംദലയെ അല്ലാഹുവിന്റെ മാലാഖമാർ, അല്ലാഹുവിന്റെ മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് കുളിപ്പിച്ച ആ വെള്ളത്തിന്റെ തുള്ളികളാണ്, ആ വെള്ളത്തിന്റെ ഒഴുക്കാണ് നിങ്ങൾ കണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. എത്ര ഇസ്സത്തുള്ള മരണമാണ്, എത്ര സുന്ദരമായ മരണമാണ്. നിങ്ങൾക്കറിയോ, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മയ്യത്ത്, അദ്ദേഹം ആചാനുബാഹുവാൻ, വലിയ ശരീരമുള്ള, ആകാരവടിവുള്ള നല്ലൊരു മനുഷ്യൻ, നല്ല ഹൈറ്റും വെയിറ്റുമുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സഹാബത്ത് റസൂലുള്ളാഹിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഇതിന് തീരെ ഭാരമില്ലല്ലോ, സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്തിന് തീരെ ഭാരമില്ലല്ലോ, എന്താണ് പറ്റിയത്? പ്രവാചകനൊന്നും മിണ്ടിയില്ല. അങ്ങനെ അവർ നടന്നു, ഖബർസ്ഥാനിലെത്തി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തിയിട്ട് സഹാബികളോട് പറഞ്ഞു, സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോൾ 3 സംഗതികൾ നടന്നിട്ടുണ്ട്. 3 സംഗതികൾ നടന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഖദിഹ്തസ്സ അർശുർ റഹ്മാൻ. രണ്ടാമത്തത് നസല 70,000 മലായികത്തും മിനസ് സമാ.
മൂന്നാമത്തത് വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണം അല്ലാഹുവിന്റെ അർശ് വിറച്ചിട്ടുണ്ട്, പടച്ച റബ്ബിന്റെ അർശ് വിറച്ചിട്ടുണ്ട്. വേറൊരു സഹാബിയുടെ ഈ മരണത്തിന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ആകാശ ലോകത്ത് നിന്ന് 70,000-ഓളം മലക്കുകൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ മലക്കുകൾ സഅദിന്റെ മയ്യിത്ത് താങ്ങുന്നതിന് വേണ്ടി പരസ്പരം മത്സരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാരം തോന്നാതിരുന്നത്. മാത്രമല്ല, വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. സഅദ് ഇബ്നു മുആദിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ മലർക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട്. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ റൂഹുമായി ഏത് മലക്കുകളാണ് റൂഹ് പിടിക്കാമെന്നത്? ആ റൂഹുമായി ആകാശം വരെ യാത്ര ചെയ്ത് ആകാശത്തിന്റെ പാറാവുകാരായ മലക്കുകളുടെ അനുവാദം കിട്ടിയതിനു ശേഷം മാത്രമാണ് ഓരോ ആകാശത്തിന്റെയും വാതിലുകൾ തുറക്കപ്പെടുക. എന്നാൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം 7 ആകാശങ്ങളുടെയും വാതിലുകൾ അദ്ദേഹത്തിന്റെ റൂഹിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മലർക്ക് തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ 3 പ്രതികരണങ്ങളും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. എന്താ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? ഈ സ്വഹാബികൾക്ക് ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? അവരുടെ ജീവിതമാണ്. അവർ യഥാർത്ഥത്തിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, സുമ്മസ്തഖാമു, നേരായ പാതയിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അവർ പരസ്പരം സഹായിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാലോ, ബദറിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാറുകളെയും മുഹാജിറുകളെയും വിളിച്ചിട്ട് പറയാണ്, യുദ്ധം ചെയ്യാതെ നമുക്ക് നിവൃത്തിയില്ല. നമ്മുടെ സംരക്ഷണത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്, മദീനയെ സംരക്ഷിക്കേണ്ടതുണ്ട്. മുഹാജിറുകൾ ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, റസൂലെ, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് മുഹാജിറുകളായ ഓരോരുത്തരും എഴുന്നേറ്റിട്ട് പറയാൻ. അൻസാറുകളിൽ നിന്ന് ഒരു അനക്കവും ഇല്ല, ഒരു പ്രതികരണവും ഇല്ല. അവസാനം അൻസാറുകളുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് ഞാൻ കാതോർക്കുന്നത്, നിങ്ങളുടെ സമാശ്വാസത്തിന്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് ഞാൻ കാതോർക്കുന്നത്. അവിടെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. അത് മറ്റാരുമായിരുന്നില്ല, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകൾ ഭേദിച്ചിട്ട് അങ്ങ് ഞങ്ങളെ നയിക്കുകയാണെങ്കിലും ആ തിരമാലകൾക്കിടയിലൂടെ അങ്ങയെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ വരും. മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ അനുയായികൾ, താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. മരുഭൂമിയുടെ കനൽപഥങ്ങൾ താണ്ടി ബർക്കുൽ ഹിമാദിലേക്കാണ് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിലും അങ്ങയുടെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാവും റസൂലേ, ഞങ്ങൾ പിറകോട്ട് പോകില്ല എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ മനസ്സിലേക്ക് സമാശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും വലിയ ആശ്വാസം നൽകിയ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ഇബ്നു മുആദിന് ആ ഇസ്തിഖാമത്ത് കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ള ഒരു മരണം നൽകിയത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ 18ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. 40 വയസ്സ് കഴിയുന്നത് വരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ജീവിച്ചിട്ടുണ്ട്. 2000-ഓളം ഹദീസുകൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ മക്കളുടെ സംശയത്തിന് അറുതി വരുത്തി അവർക്ക് ദീന് പറഞ്ഞു കൊടുത്ത്, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്ത്, പ്രവാചക ജീവിതത്തിന്റെ മാതൃകകൾ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊടുത്ത് മഹദിയ ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ജീവിതത്തിൽ ഇടയ്ക്കിടെ പറയുമായിരുന്നു, സഅദിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, സഅദിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, സഅദിനോടുള്ള കടപ്പാട് ഒരിക്കലും എനിക്കും എന്റെ ഭർത്താവിനും തീരില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. കാരണം എന്താ അറിയോ, ഖന്തക്കിന്റെ ഭൂമിയിൽ ആ കിടങ്ങിനപ്പുറത്ത് 10,000-ഓളം സൈന്യമാണ്. ഗത്ഫാൻ ഗോത്രമടക്കമുള്ള ഖുറൈശികളടക്കമുള്ള 10,000-ഓളം സൈന്യം ഖന്തക്കിന്റെ രണഭൂമിയിൽ അപ്പുറത്ത് നിന്ന് അമ്പെയ്തുകൊണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോ അള്ളാന്റെ റസൂലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഒരുപോലെ കണ്ണടക്കാൻ കഴിഞ്ഞില്ല. ഉറക്കമില്ലാത്തതിന്റെ വിഷമം മനുഷ്യ ശരീരം ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്നതും ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്നതും ഭക്ഷണം കിട്ടാണ്ടിരിക്കുമ്പോഴല്ല, വെള്ളം കിട്ടാണ്ടിരിക്കുമ്പോഴല്ല. ഒരു 3-4 ദിവസത്തെ ഉറക്കം അങ്ങോട്ട് നഷ്ടപ്പെട്ടാൽ പ്രിയരെ, എന്റെയും നിങ്ങളുടെയും സമനില തെറ്റിപ്പോവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, കണ്ണുകൾ ഇങ്ങനെ മൂടിപ്പോവാൻ, പക്ഷെ ഉറങ്ങാൻ കഴിയുന്നില്ല, സമാധാനമില്ല. ഏത് നിമിഷവും ശത്രുക്കളുടെ നുഴഞ്ഞ കയറ്റം ഉണ്ടാകും, അക്രമമുണ്ടാകും. അങ്ങനെ അദ്ദേഹത്തിന്റെ ടെന്റിൽ അസ്വസ്ഥനായിരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് ആയുധങ്ങൾ കുലുങ്ങുന്ന ശബ്ദം കേൾക്കാൻ
അള്ളാഹുവിന്റെ റസൂലും ആയിഷ റളിയല്ലാഹു അൻഹയും ആ ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെ അവർക്ക് കാണാൻ കഴിയുന്നത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ശരീരം മുഴുവൻ ആയുധം ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ടെന്റിന്റെ പുറത്ത് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് നം, അള്ളാന്റെ റസൂലേ താങ്കൾ ഉറങ്ങുക, അങ്ങയുടെ നേർക്കേക്ക് വരുന്ന ശരങ്ങൾ ഈ സഅദിന്റെ നെഞ്ചിൻ കൂട് തുളക്കാതെ അങ്ങയിലേക്ക് വരികയില്ല. അങ്ങയെ ആക്രമിക്കാൻ വരുന്നവന്റെ വാള് എന്റെ കണ്ടനാടി മുറിക്കാതെ അങ്ങയിലേക്ക് വരികയില്ല. അതുകൊണ്ട് താങ്കൾ ഉറങ്ങുക എന്ന് പറഞ്ഞു പ്രവാചകന്റെ ടെന്റിന്റെ പുറത്ത് കാവൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും കിടത്തിയുറക്കിയ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മരണം വരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടയ്ക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഓർത്തത്. ആ ഇസ്തിഖാമത്ത് കൊണ്ടാണ് മരിക്കുന്ന സമയത്ത്, തൗഹീദും ഇസ്തിഖാമത്തും ഉള്ളത് കൊണ്ട് തന്നെയാണ് മരിക്കുന്ന സമയത്ത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ചുമക്കാൻ മനുഷ്യന്മാരെ സമ്മതിക്കാതെ അല്ലാഹുവിന്റെ മാലാഖമാർ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ആ മയ്യിത്ത് ചുമന്നത്. ആ ഇസ്തിഖാമത്ത് കൊണ്ട് തന്നെയാണ് ആകാശത്തിന്റെ വാതിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ തുറക്കപ്പെട്ടത്. അത് നമുക്കും ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു മരണം നേടിയെടുക്കുന്നതിന്, ആഖിബത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായി നാം തൗഹീദ് നന്നാക്കേണ്ടത്. തൗഹീദുമായി ജീവിക്കുമ്പോ, തൗഹീദ് ഹൃദയത്തിന്റെ അകത്ത് രൂഢമൂലമാകുമ്പോ നാം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാധുര്യം അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിലെ മാധുര്യമാണ്, നമ്മുടെ മരണത്തിന്റെ സമയത്തുള്ള മാധുര്യമാണ്. ആ മാധുര്യത്തെ കുറിച്ച് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തൗഹീദിൽ അടിയുറച്ചു നിന്ന ഒരു മനുഷ്യൻ, ഇസ്തിഖാമത്തുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തന്റെ മരണപ്പായിൽ കിടക്കുമ്പോ അയാളുടെ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ചുറ്റിലുമുള്ള കാഴ്ചകൾ അയാളിൽ നിന്ന് മറയുന്നതാണ്. കാട്ടിലിന്റെ ചുറ്റിലും ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, അയാൾ അതൊന്നും കാണുകയില്ല. മദ്ദൽ ബസർ, അയാളുടെ കാഴ്ചയുടെ പരിധി എവിടെ വരെയുണ്ടോ അവിടെ വരെ നിറഞ്ഞു നിൽക്കുന്ന മാലാഖമാരെയാണ് അദ്ദേഹം കാണുക. നസല അലൈഹി മലായികത്തും മിനസ് സമാ ബീദുൻ വുജൂഹുൻ കഅന്ന വുജൂഹുഹും അശ്ശംസ്, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖങ്ങളുള്ള മാലാഖമാരെയാണ് ആ മനുഷ്യൻ അവിടെ വെച്ച് കാണുക. ആ മാലാഖമാർ അവരുടെ കയ്യിൽ മഅഹും കഫനും മിൻ അത്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹനൂത്തിൽ ജന്ന, അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു പുടവയുണ്ട്, അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു സുഗന്ധദ്രവ്യവുമുണ്ട്. അവരതുമായി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് ഒരു സലാമിന്റെ ശബ്ദം കേൾക്കുമെന്നാണ്. അസ്സലാമു അലൈക യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. ആ ഭാഗത്തേക്ക് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണിന് ഏറ്റവും സമാധാനം നൽകുന്ന രീതിയിൽ, ഏറ്റവും സന്തോഷം നൽകുന്ന രീതിയിൽ അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ വന്നിരിക്കാൻ. അദ്ദേഹത്തോട് പറയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇത് മടക്കയാത്രക്കുള്ള സമയമാണ്, ഇത് തിരിച്ചുപോക്കിനുള്ള സമയമാണ്. ആ മലക്കുൽ മൗത്തിന്റെ വിളി കേൾക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിറയെ വെള്ളമുള്ള ഒരു പാത്രം ചെറുതായി ഒന്ന് ചരിച്ചു വെച്ചാൽ ആ പാത്രത്തിന്റെ അകത്ത് നിന്ന് എത്ര സുന്ദരമായിട്ടാണോ വെള്ളം പുറത്തേക്ക് ഒഴുകുക, അതുപോലെ ആ ശരീരത്തിന്റെ അകത്ത് നിന്ന് ആത്മാവ് അങ്ങനെ പുറത്തേക്ക് ഒഴുകുമെന്നാണ്. എന്നിട്ട് ആ ആത്മാവിനെ ആ നിമിഷം മലക്കുകൾ മുഴുവൻ താഴേക്ക് ഇറങ്ങി വന്ന് സ്വർഗത്തിൽ നിന്നുള്ള പുടവയിൽ പൊതിഞ്ഞ് അവിടെ നിന്നുള്ള സുഗന്ധദ്രവ്യം മൂഷിക്കൊണ്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോകുമെന്നാണ്. ആകാശഭൂമികൾക്കിടയിലുള്ള മലക്കുകൾ മുഴുവൻ ആ റൂഹിന് വേണ്ടി സ്വലാത്ത് ചെല്ലുമെന്നാണ്, ഇസ്തിഗ്ഫാർ തേടുമെന്നാണ്. ഇതാണ് തൗഹീദ് കൊണ്ട് ലഭിക്കാനുള്ള ഏറ്റവും വലിയ സൗരഭ്യവും സൗന്ദര്യവും ഏറ്റവും വലിയ ആസ്വാദനവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുഭവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ നമ്മുടെ ഈ ജീവിതത്തിൽ, ദുനിയാവിലെ ജീവിതത്തിൽ തൗഹീദ് നൽകുന്ന ഒരുപാട് ആശ്വാസങ്ങളുണ്ട്. അതിലൊന്നാണ് തവക്കുൽ. ഏത് തവക്കുൽ? ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രയാസത്തിലും തകർന്നു പോകാത്ത, തളർന്നു പോകാത്ത അള്ളാഹുവിലുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയെ കുറിച്ച് നമുക്കറിയാലോ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൈകാലുകൾ ബന്ധിച്ചിട്ട് അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ ഏതൊരു പ്രതീക്ഷയാണോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയത്തെ മുന്നോട്ട് നയിച്ചത്, അതേ പ്രതീക്ഷ മുന്നിൽ ആർത്തലക്കുന്ന ചെങ്കടലിന്റെ തിരമാലകളും പിന്നിൽ ഊരിപ്പിടിച്ച വാളുമായി ഓടിവരുന്ന ഫിർഔന്റെ പടയാളികളും നിന്നപ്പോ ഇന്ന റബ്ബി സയഹ്ദീൻ, എന്റെ രക്ഷിതാവ് എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് പ്രഖ്യാപിച്ചു
പ്രഖ്യാപിച്ച മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പ്രതീക്ഷ, ശത്രുക്കളുടെ വാളിന്റെ തിളക്കം മുഖത്തേക്കടിക്കുന്ന സമയത്തും ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അബൂബക്കർ വിഷമിക്കരുത്, നമ്മോടൊപ്പം അല്ലാഹുണ്ടെന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ പ്രതീക്ഷയും തവക്കുലും രഞ്ജത്തേക്ക് ഭാരമുള്ള കല്ലുകൾ കയറ്റിവെച്ച് ചാട്ടവാറ് കൊണ്ട് ശരീരം മുഴുവൻ അടിച്ചു വേദനിപ്പിച്ചപ്പോഴും ദാഹിച്ചു തൊണ്ടവരെന്ന് ആർത്തുകരഞ്ഞപ്പോ അണ്ണാക്കിലേക്ക് കാർക്കിച്ച് തുപ്പിക്കൊടുത്തപ്പോഴും മുന്നോട്ട് ജീവിക്കാൻ, തൗഹീദിന്റെ ശബ്ദവുമായി മുന്നോട്ട് പോകാൻ ബിലാൽ എന്ന കറുത്തടിമയെ റളിയല്ലാഹു അൻഹു പ്രേരിപ്പിച്ച ആ പ്രതീക്ഷയും തവക്കുലും സ്വന്തം ഉമ്മാന്റെ ഗുഹ്യ സ്ഥാനത്തേക്ക് കുന്തമെടുത്ത് കുത്തപ്പെട്ട് തന്റെ മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട മാതാവ് പിടഞ്ഞു പിടഞ്ഞു മരിക്കുമ്പോഴും സമനില തെറ്റാതെ ആ തൗഹീദിന്റെ പാന്താവിൽ ഉറച്ചു നിൽക്കാൻ അമ്മാർ ഇബ്നു യാസിറിനെ പ്രാപ്തമാക്കിയ ആ തൗഹീദ്, ആ പ്രതീക്ഷ, ആ തവക്കുൽ ഒട്ടകത്തിന്റെ നാറിപ്പൊട്ടുന്ന ചീഞ്ഞളിഞ്ഞ കുടൽമാല തന്റെ ചുമലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും തന്റെ കഴുത്തിലേക്ക് മുണ്ടിട്ട് ഉറക്കി ശ്വാസം മുട്ടി കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ സമയത്തും ഉറച്ചു നിൽക്കാൻ അള്ളാന്റെ റസൂലിന്റെ ഹൃദയത്തെ പാകപ്പെടുത്തിയ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടപ്പോഴും തെല്ലിട അടിപതരാതെ ഉറച്ചു നിൽക്കാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ പാകപ്പെടുത്തിയ ആ പ്രതീക്ഷയും തവക്കുലും സ്വന്തം മകൻ നഷ്ടപ്പെട്ട് വർഷങ്ങളോളം കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വറ്റി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴും ഇന്നഹു ലാ യയഅസു മിർ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളായ ജനതയല്ലാതെ എന്റെ റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുകയില്ല എന്ന് പറഞ്ഞു പ്രതീക്ഷയുടെ ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും അടയാത്ത നാഥന്റെ വാതിലുള്ള പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ഉദാഹരണം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തെ മുന്നോട്ട് നയിച്ച പ്രതീക്ഷ, ആ ഹൃദയത്തെ പാകപ്പെടുത്തിയ പ്രതീക്ഷ, എല്ലുകൾ നുരുമ്പിച്ച് താടിമുടികൾ മുഴുവനും നരച്ച് തൊലികൾ ചുക്കിച്ചുളിഞ്ഞ് പടുവൃദ്ധനായ സമയത്തും വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാ റബ്ബ് വലൻ അകും ബിദുആഇക റബ്ബി ശഖിയ, റബ്ബേ നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല എന്ന് റബ്ബിന്റെ മുന്നിൽ പ്രഖ്യാപിച്ച സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പ്രതീക്ഷ, ശരീരം മുഴുവൻ പുഴുക്കൾ കയറിയിട്ട് 18 കൊല്ലക്കാലം അതുപോലെ ആൾതാമസമില്ലാത്ത വിജനപ്രദേശത്ത് കഴിഞ്ഞുകൂടേണ്ടി വന്നപ്പോഴും ഇന്നി മസ്സനിയ ദുർറ റബ്ബേ, എന്നെ ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, കാരുണ്യവാനിൽ കാരുണ്യവാനായ റബ്ബേ നിന്റെ കാരുണ്യത്തിൽ ഞാൻ ഒരിക്കലും നിരാശപ്പെടുകയില്ലെന്ന് പ്രഖ്യാപിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തെ മതിച്ചിരുന്ന പ്രതീക്ഷ ഓരോരുത്തരെയും അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ റബ്ബിനെ തവക്കുൽ ചെയ്ത് ആ അഗ്നികുണ്ടാരത്തിലേക്ക് പുഞ്ചിരിയോടെ എടുത്തെറിയപ്പെട്ട അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ പ്രതീക്ഷ, മരത്തോടുകൂടി ഈർന്നു കൊല്ലപ്പെട്ടപ്പോഴും ആ ഈർച്ചവാളിന്റെ മുനകൾ തന്റെ ശരീരത്തിന്റെ മാംസങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചപ്പോഴും തകരാതെ തളരാതെ പതരാതെ അയ്യൂബ് യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ തൗഹീദിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തിയ പ്രതീക്ഷയും തവക്കലും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത്. യഥാർത്ഥമായ തൗഹീദിന്റെ വക്താക്കളാണെങ്കിൽ ഏത് പൗരത്വ ഭേദഗതി ബില്ല് വന്നാലും, അതിന്റെ മൂത്താപ്പ വന്നാലും, ഏത് ഭരണാധികാരി വന്നാലും, ഏത് നാസിസ്റ്റുകളും ഫാസിസ്റ്റുകളും രാജ്യമല്ല ലോകം ഭരിച്ചാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നൊരവസ്ഥ മുസ്ലിമിന്റെ മനസ്സിലുണ്ടാവും. ആര് ഭരിച്ചാലും, ഏതൊക്കെ മനുഷ്യർ ഭരിച്ചാലും ആ മനുഷ്യരുടെ എല്ലാം ഹൃദയത്തെ ഭരിക്കുന്നത് ഈ ലോകത്തിന്റെ രക്ഷിതാവാണ്. ആ രക്ഷിതാവിന്റെ അടിമയാണ് ഞാൻ, അവനിലാണ് ഞാൻ തവക്കുൽ ചെയ്യുന്നത് എന്ന ഉറച്ച വിശ്വാസം ഉള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും അവൻ അതിനെയൊന്നും ഭയപ്പെടുകയില്ല. തൗഹീദ് നൽകുന്ന വലിയൊരു സമ്മാനമാണ് തവക്കുൽ എന്ന സമ്മാനം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവരോട് പറയപ്പെട്ടാൽ ജനങ്ങളിതാ നിങ്ങൾക്കെതിരെ തടിച്ചുകൂടിയിരിക്കുകയാണ്, അവരുടെ കയ്യിൽ ആയുധമുണ്ട്, ആൾബലമുണ്ടെന്ന് അവരോട് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ പ്രതികരണം എന്താണ്? ഫസാദഹും ഈമാന, അവർക്കതാ ഈമാൻ വർദ്ധിക്കുകയാണ്. വഖാലു, എന്നിട്ട് അവർ പറയുകയാണ് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, ബരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ തന്നെയാണ് എന്നതാണ് അവരുടെ മറുപടി. മറ്റൊന്നും അവരുടെ നാവുകൾ മന്ത്രിക്കില്ല. ഈ ഒരു വാക്കുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ രീതിയിൽ തൗഹീദ് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിന് നമ്മുടെ മനസ്സിന് തരാൻ കഴിയുന്ന സാന്ത്വനവും സമാധാനവും ചെറുതൊന്നുമല്ല. അലക്സാണ്ട്രിയൻ തീരത്തേക്ക് മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബിയും
പടയാളികളും എത്തിയപ്പോ അവരെത്തുന്നത് സൂര്യൻ അസ്തമിക്കാറായ സമയത്താണ്. പണ്ടുകാലത്ത് പന്തം കൊളുത്തിയിട്ടൊന്നും ആളുകൾ യുദ്ധം ചെയ്തിരുന്നില്ല. കാരണം യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ പന്തത്തിന്റെ തീ അണഞ്ഞു പോയാൽ അവർ പരസ്പരം കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് പകൽ സമയങ്ങളിലാണ് യുദ്ധം നടക്കാറ്. അലക്സാണ്ട്രിയൻ തീരത്ത് ഈ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കപ്പൽ നങ്കൂരമിടുമ്പോ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. കുരിശുപടയും മുസ്ലിങ്ങളും തീരുമാനിച്ചു, രാത്രി യുദ്ധം വേണ്ട, രാവിലെ യുദ്ധം ചെയ്യാം. ആ രാത്രിയുടെ നിശീത നിശബ്ദതയിൽ പുരോഹിത പരീക്ഷകൾ കുരിശുപടയാളികളെ ആവേശം കൊള്ളിക്കാൻ തുടങ്ങി. പുരോഹിതന്മാർ 4 ഭാഗത്തുനിന്നും പ്രസംഗിക്കാൻ തുടങ്ങി, കവിതകൾ പാടാൻ തുടങ്ങി. ഇത് കേട്ട് മുസ്ലിങ്ങളുടെ മനസ്സിൽ തെല്ലൊരു ബേജാറുണ്ടാവാൻ തുടങ്ങി. ആ ബേജാറ് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ഗനഗംഭീരമായ ശബ്ദം അവിടെ ഉയർന്നു. അദ്ദേഹം കവിത പാടിയില്ല, അദ്ദേഹം പ്രസംഗിച്ചില്ല, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. 2 വചനങ്ങൾ മാത്രം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഗനഗംഭീരമായ ശബ്ദത്തിൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന വചനം ഉയർന്നപ്പോ അദ്ദേഹത്തിന്റെ ചുറ്റിലുമുണ്ടായിരുന്ന ആളുകൾ അത് ഏറ്റുപറഞ്ഞു. അങ്ങനെ അത് വ്യാപിച്ച് മുസ്ലിം സൈന്യം മുഴുവൻ ഒരുമിച്ച് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. കടലിന്റെ തിരമാലകളുടെ ഇരമ്പൽ ശബ്ദത്തെ പോലും ഭേദിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് പ്രഖ്യാപിച്ചു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ആ വാക്കുകൾ യഥാർത്ഥത്തിൽ പുരോഹിത പരീക്ഷകളുടെ പ്രസംഗ വൈഭവത്തെ തകർത്ത് കളയുന്നതായിരുന്നു. അവരുടെ ചടുലമായ വാക്കുകളുടെ ചീട്ടുകൊട്ടാരത്തെ ആ വാക്ക് തകർത്ത് കളഞ്ഞു. മുസ്ലിം ഉമ്മത്തിന്റെ ആ ഒരു മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ അവരെക്കാൾ 3-4 ഇരട്ടി വലിപ്പം വരുന്ന കുരിശു പടയാളികളുടെ വീര്യം കെടുത്തിക്കളഞ്ഞു. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ തങ്ങളെക്കാൾ എത്രയോ ചെറിയ സംഘമായ ആ മുസ്ലിം പടയാളികൾക്ക് മുന്നിൽ പേടിച്ചോടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ വലിയൊരു വാക്കുണ്ടല്ലോ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് എന്റെ റബ്ബ് മതിയായവനാണ്. ആ തവക്കുലിന്റെ വചനം, ആ സമർപ്പണത്തിന്റെ വചനം, ആ വചനം നമുക്ക് നൽകുന്നത് യഥാർത്ഥമായ തൗഹീദാണ്. ആരിലുമല്ല, എന്റെ റബ്ബിൽ ഞാൻ പരമേൽപ്പിക്കേണ്ടത് എന്റെ കയ്യിൽ കെട്ടിയ ഒരു ഉറുക്കിലല്ല, എന്റെ കഴുത്തിലുള്ള ഒരു മാലയിലല്ല, എന്റെ വീടിന്റെ അടുത്ത് ഖബറിൽ കിടക്കുന്ന ഒരു വലിയിലോ ബാവയിലോ ബീവിയിലോ തങ്ങളിലോ അല്ല. ഞാൻ പരമേൽപ്പിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാവിലാണ്. ആ പരമേൽപ്പിക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രിയരെ മൊയ്തീൻ ശൈഖിനെ വിളിച്ചിട്ടോ ആ മൊയ്തീൻ ശൈഖിനോട് രക്ഷ തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തവക്കുലിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയില്ല. മമ്പറത്ത് തങ്ങളോട് സങ്കടം പറയുന്ന ഒരാൾക്ക് തവക്കുലിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയില്ല. എല്ലാ ദിവസവും ജാറത്തിൽ പോയി ആ ജാറത്തിലുള്ള മഹാന്മാരോട് വേദനയും വ്യതയും പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ തവക്കുലിന്റെ മാധുര്യം അനുഭവിക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല. ആ തവക്കുലിന്റെ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആദ്യമായി നമ്മുടെ ഹൃദയത്തിൽ തൗഹീദ് നിന്നാവണം. ആ തൗഹീദിലൂടെ എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ എന്റെ സങ്കടങ്ങൾ പറയുള്ളൂ, അവരിൽ മാത്രമേ ഞാൻ പരമേൽപ്പിക്കുകയുള്ളൂ എന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. ആ വിശ്വാസം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ജീവിതത്തിൽ തവക്കുൽ. പിന്നെ നമ്മുടെ മുന്നിൽ ഒന്നും പ്രശ്നമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുൽ നേടിയെടുക്കുന്ന, ഇസ്തിഖാമത്ത് നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ അതിന്റെ മുമ്പ് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം ഒരു വാക്ക് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വചനമാണ്. അദ്ദേഹം പറയാണ്, മുസ്ലിമേ നീ നന്നാവുക. ആരോടാണ് പറയുന്നത്? തോന്നിയതുപോലെ ജീവിക്കുന്ന, അള്ളാഹനെ ഓർമ്മയില്ലാത്ത മുസ്ലിം ഉമ്മത്തിനോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മുസ്ലിമേ നീ നന്നാവുക, അള്ളാഹുവിനെ ഓർത്തിട്ട് നീ നന്നാവുക, തൗഹീദ് കൊണ്ട് നീ നന്നാവുക, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നീ നന്നാവുക. ഇനി അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് നന്നാവാൻ നിനക്ക് പറ്റുന്നില്ലേ? സ്വർഗത്തെ ആഗ്രഹിച്ചിട്ട്, ആ റബ്ബ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗത്തെ ആഗ്രഹിച്ചിട്ട് നീ നന്നാവുക. ആ സ്വർഗത്തെ ആഗ്രഹിച്ചിട്ട് നന്നാവാൻ നിനക്ക് കഴിയുന്നില്ലേ? നരകത്തെ ഭയന്നിട്ടെങ്കിലും നീ നന്നാവുക. നരകത്തെ ഭയന്നിട്ടെങ്കിലും നന്നാവാൻ നിനക്ക് കഴിയുന്നില്ലേ? നീ അറിയുക, നീ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവനാണ്. പ്രിയരെ, തൗഹീദിന്റെ ഏറ്റവും വലിയ മാധുര്യം നമ്മൾ അനുഭവിക്കുക സ്വർഗത്തിൽ വെച്ചാണ്. എപ്പോഴാണെന്നറിയോ? അതിന്റെ അവസാനം സ്വർഗവാസികൾ സ്വർഗത്തിലും നരകവാസികൾ നരകത്തിലുമായി കഴിഞ്ഞാൽ പിന്നീട് പല ശുപാർശകളുമുണ്ട്. നരകവാസികളിൽ നിന്ന് കുറെ ആളുകളെ പഠിച്ചോ നരകത്തിൽ നിന്ന് പുറത്തേക്കെടുക്കുമെന്നാണ്. അങ്ങനെ പുറത്തേക്കെടുത്ത് അവസാനം ആ നരകത്തിൽ ബാക്കിയാകുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൗഹീദ് അംഗീകരിച്ചിട്ടില്ലാത്ത ആളുകൾ മാത്രമാണ്. അവർക്ക് ആ നരകത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും മോചനമില്ല. സ്വർഗത്തിലെത്തേണ്ട ആളുകൾ മുഴുവൻ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. ആ പ്രഖ്യാപനം എന്നതാണ്, സ്വർഗവാസികളെ
നിങ്ങൾക്ക് വലിയൊരു വിരുന്നുണ്ട്, വലിയൊരു സൽക്കാരമുണ്ട്. ആ സൽക്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഇന്ന താഴ്വരയിൽ ഒരുമിച്ച് കൂടുക എന്ന അറിയിപ്പനുസരിച്ച് സ്വർഗവാസികൾ അമ്പിയാക്കളും മൗലിയാക്കളും സാലിഹീങ്ങളും അബറാറുകളായ മഹാനതന്മാരും അടങ്ങുന്ന സ്വർഗവാസികളും ആണും പെണ്ണും അടങ്ങുന്ന സ്വർഗീയവാസികൾ അവരതാ കൂട്ടം കൂട്ടമായി പറയപ്പെട്ട താഴ്വരയിലേക്ക് പോകുകയാണ്. ആ താഴ്വരയിലെത്തുമ്പോ അവരിന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയും സൗന്ദര്യമുള്ള ആ താഴ്വരയിൽ അവരെത്തുമ്പോ അവിടെ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. ആ ഇരിപ്പിടങ്ങളിൽ അവരിയ്ക്കുന്ന സമയത്ത് സാക്ഷാൽ ലോകത്തിന്റെ രക്ഷിതാവ് കാരുണ്യവാനായ റബ്ബ് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. അവൻ ചോദിക്കുകയാണ്, എന്റെ അടിമകളെ, നിങ്ങൾ തൃപ്തരല്ലേ? സ്വർഗവാസികൾ മറുപടി പറയുന്നു, റബ്ബേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ രക്ഷിച്ചില്ലേ, ഞങ്ങൾ തൃപ്തരാണ്. നിങ്ങൾക്കിനി വല്ല ആവശ്യവുമുണ്ടോ? റബ്ബേ, ഇതിൽ ഞങ്ങൾ തൃപ്തരാണ്. അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ കാണണ്ടേ? നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടോ? സ്വർഗവാസികൾ ഒരു തക്ബീറോടുകൂടി അതിന് മറുപടി പറയാണ്, റബ്ബേ, ഞങ്ങൾക്ക് നിന്നെ കാണണം, ഞങ്ങൾക്ക് നിന്നെ കാണണം. അള്ളാഹു പറയും, വൈകാതെ നിങ്ങൾ എന്നെ കാണുന്നതാണ്. ആ സമയം ആ താഴ്വര നിറയെ ഉഗ്രമായ ഒരു പ്രകാശം നിറയുമെന്നാണ്. ആ പ്രകാശം അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണമില്ലായിരുന്നെങ്കിൽ ആ പ്രകാശത്തിന്റെ തീക്ഷ്ണതയിൽ അവിടെ ഉണ്ടായിരുന്ന മലക്കുകളും സ്വർഗവാസികളും മുഴുവനും കരിഞ്ഞു പോയേനെ. പക്ഷെ ഇന്നേ ദിവസം അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു അവരെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. ആ പ്രകാശത്തിന്റെ മറയങ്ങോട്ട് നീങ്ങുമ്പോ ലോകത്തിന്റെ രക്ഷിതാവിനെ പൂർണ്ണ നിലാവുള്ള ദിവസം നാടിന്റെ 4 ഭാഗത്തു നിന്നും ആളുകൾ ലോകത്തിന്റെ രക്ഷിതാവിനെ നോക്കിക്കാണുന്നത് പോലെ അല്ലാഹുവിനെ അർ-റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറുൽ ഗഫാറുൽ ഖഹാറുൽ വഹാബായ ലോകത്തിന്റെ രക്ഷിതാവിനെ അതാ അവർ നോക്കിക്കാണുകയാണ്. അല്ലാഹുവിന്റെ ദാത്തിനെ, അല്ലാഹുവിന്റെ രൂപത്തെ അവർ നോക്കിക്കാണുകയാണ്. അവരതാ സുജൂദിലേക്ക് വീഴുകയാണ്. അവിടെ അല്ലാഹു പറയുകയാണ്, എന്റെ അടിമകളെ, ഇനി ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല, ഇനി ഞാൻ ഒരിക്കലും നിങ്ങളോട് ദേഷ്യപ്പെടുകയില്ല. നിങ്ങൾ എന്നെന്നും എന്റെ റിദയിലായിരിക്കും, എന്റെ വജഹിലായിരിക്കും. എന്നിട്ടോ ആ താഴ്വരയിൽ റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമെന്നാണ്. കൂട്ടത്തിൽ ഇരിക്കുന്ന അജ്മലിനോടും ഖാദറിനോടും നവാസിനോടുമെല്ലാം പടച്ച റബ്ബ് നേരിട്ട് സംസാരിക്കും. അല്ലാഹു പറയും, എന്നാൽ ഇന്ന ദിവസം നീ എന്നെ വിളിച്ചപ്പോ, ഹൃദയം പൊട്ടി വിളിച്ചപ്പോ, ആകാശങ്ങളുടെ അനന്തത ഭേദിച്ച് എന്റെ ദർബാറിൽ ആ വിളി എത്തിയിരുന്നു, നിന്റെ വിളി ഞാൻ കേട്ടിരുന്നു. പക്ഷേ യാ അബ്ദി എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോ എന്റെ മറുപടി കേൾക്കാനുള്ള ത്രാണി നിന്റെ ചെവികൾക്കുണ്ടായിരുന്നില്ല. ഇന്ന് എന്റെ അടിമ ഇതാ, എന്റെ സംസാരം നിനക്ക് കേൾക്കാം, നിനക്ക് എന്നെ കാണാം. എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന് ലോകത്തിന്റെ രക്ഷിതാവ് അവിടെ വെച്ച് പറയുകയാണ്. തൗഹീദിന്റെ ഏറ്റവും വലിയ മാധുര്യം അതാണ്. ലോകത്തിന്റെ രക്ഷിതാവിനെ നേരിട്ട് കണ്ട് ആ രക്ഷിതാവിന്റെ മുന്നിലേക്ക് നാം സുജൂദിലേക്ക് പോകുന്ന ആ അവസ്ഥ, ആ അനുഭൂതി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഭൂതി, ആ മഹാഭാഗ്യം നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴും മരിക്കുന്ന സമയത്തും നാളെ മഹ്ശറയിലും സ്വർഗത്തിലും ആ തൗഹീദിന്റെ മാധുര്യം അനുഭവിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും പരിശുദ്ധിക്കാത്ത് സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമ നെഞ്ചിലേറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും വഹ്ദാനിയത്തിന്റെ കലിമത്ത് ചൊരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين. سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. هذا والله أعلم والسلام عليكم ورحمة الله.